ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തലിക്കെട്ടൊക്കെ കണ്ടപ്പോൾ ഒന്നും വിചാരിക്കണ്ടല്ലോ, ഒന്ന് ചെറിയൊരു പണി കിട്ടിയതാണ്. അങ്ങനെ ചെറിയൊരു ജോലി കിട്ടിയപ്പോൾ അങ്ങനെ പോയതാണ്. അപ്പോൾ ഇത് പണി നടക്കുന്നത് കൊടികുത്തിമലയിലെ ഒരു കിച്ചണിലാട്ടോ. കൊടികുത്തിമല റിസോർട്ടിലെ കിച്ചണാണ്. നമ്മുടെ ചെക്കന്മാരൊക്കെ വന്നപ്പോൾ അവർ ഇന്ന് കുറച്ച് ഫുഡ് ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞിട്ട് വിളിച്ചു പോയതാണ്. അങ്ങനെ ഞങ്ങൾ പോയി. അപ്പോൾ അവർക്ക് വേണ്ട മധുത്താ. അപ്പോൾ അങ്ങനെ ഒരു കുക്കറൊക്കെ അടുപ്പത്ത് വെച്ചു. കുക്കറൊക്കെ അടുപ്പത്ത് വെച്ച് കുറച്ച് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചൂടായി കൊണ്ട് നിൽക്കുന്നതായിരുന്നു. അങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ച് ഉള്ളിയൊക്കെ ഇട്ട് കുറച്ച് നേരം ഇങ്ങനെ വയറ്റിയും കൊണ്ട് നിൽക്കുന്നതാണ്. അപ്പോൾ എന്താണോ നല്ല സുഖമായിരുന്നു കേട്ടോ, നല്ല ക്ലൈമറ്റൊക്കെ ചെയ്യുന്നത്. ചൂടുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് പോയതാന്ന് തോന്നുന്നു. അങ്ങനെ ചിക്കനൊക്കെ അതിലിട്ട് മസാലയും എല്ലാ കാര്യങ്ങളൊക്കെ ഇട്ട് അതിൻ്റെ വീഡിയോ ഒന്നും ഇതിൽ പെടുത്തിയിട്ടില്ല കേട്ടോ. വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടുതലാണെന്ന് എഴുതിയിട്ട് അങ്ങനെ അത് തിളപ്പിച്ച് കുറച്ച് നേരം ഇങ്ങനെ തിളപ്പിച്ചൊക്കെ റെഡിയാക്കി ഇങ്ങനെ ആയും കൊണ്ട് നിൽക്കുകയാണ് ഏകദേശമൊക്കെ. അപ്പോൾ ചെക്കന്മാർ പറഞ്ഞു അൽഫാം വേണമെന്ന്. അപ്പോൾ അൽഫാമിന് നേരത്തെ തന്നെ നമ്മൾ കൂട്ടി വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ കത്തുന്നതാണ്. കണലൊക്കെ കത്തിച്ച ശേഷം അൽഫാമൊക്കെ അങ്ങനെ ഇട്ട് അല്ലെങ്കിൽ അടിച്ച് പൊളിയായി കൊടുക്കണം. ചെക്കന്മാർ കഴിക്കട്ടെ എന്ന്. അല്ലാതെ ഇപ്പോൾ എന്താ ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് ചെക്കന്മാർ നമ്മളോടൊരു കാര്യം പറയുമ്പോൾ അത് ചെയ്ത് കൊടുക്കണ്ടേ നമ്മൾ. അങ്ങനെ നമ്മളെ ചെക്കന്മാർ നമുക്കൊരു പണിയല്ലേ, അപ്പോൾ അങ്ങനെ പോകണം. അത് എല്ലാവരും അങ്ങനെ ചെയ്തിട്ടുണ്ടോയെന്നുള്ളതിന് ആർക്കറിയാം. നമ്മളെ ചെക്കന്മാരൊക്കെ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്തായാലും പോകും. അത് നമ്മളെ രസമാണ്. ചെക്കന്മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെക്കന്മാരെന്നല്ല ആര് വിളിച്ചാലും പോകും കേട്ടോ. അങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ കിച്ചണൊക്കെ ഉണ്ടെങ്കിൽ പോകും. പക്ഷേ അത് അൽഫാമൊക്കെ നല്ല അടിപൊളിയായിരുന്നു. കാരണം ഞാൻ കുറച്ച് നേരത്തെ തന്നെ ഇത് മസാല ഇട്ട് വെച്ചിരുന്നു. രാവിലെ തന്നെ ഇത് മസാല ഇട്ട് വെച്ചിരുന്നു. അങ്ങനെ സംഭവമൊക്കെ ഇങ്ങനെ ഏകദേശമൊക്കെ അങ്ങനെ ആയിക്കൊണ്ട് നിൽക്കുകയാണ്. ഏകദേശം ആയിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ടൈമിൽ എല്ലാ പരിപാടിയും കഴിഞ്ഞു. അൽഫാമും എല്ലാ പരിപാടിയും. ഇതാണ് മധുകൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുക്കർ മധുകൂത്താട്ടോ. കുക്കറൊക്കെ നമ്മൾ സൗദിയിൽ നിന്ന് കൊടുക്കുന്നത് തന്നെയാണ് നമ്മളെ ചെക്കന്മാർ. അങ്ങനെ കുക്കർ മധുകൂത്ത് കൊട്ടുകയാണ് നമ്മൾ. അപ്പോൾ കുറച്ച് നേരമൊക്കെ തന്നെ ചെക്കന്മാരിങ്ങനെ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്നാൽ കൊട്ടുകല്ലേ നമുക്ക്, എന്നാൽ കൊട്ടി നോക്കാം നമുക്ക് എന്താ പറ്റിക്കണമെന്നുള്ളത് നോക്കാമല്ലോ. അപ്പോൾ നോക്കുമ്പോൾ ഇതാണ് നമ്മളെ മധുകൂത്ത്. ഇപ്പോൾ മധുകൂത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ മസാല ഒന്നും ഉണ്ടാക്കണതല്ല കേട്ടോ, നമ്മൾ അവിടെ നിന്ന് കൊണ്ടിരുന്നതാണ്. അങ്ങനെ മധുകൂത്തൊക്കെ എല്ലാവരും എടുത്ത് അടിപൊളിയായിരുന്നു. സംഭവമൊക്കെ അടിപൊളിയായിരുന്നു. അതിൻ്റെ അടിയിൽ കൂടി സലാഡും എല്ലാം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അൽഫാമും അതിൻ്റെ അടിയിൽ അൽഫാമും എല്ലാം മധുകൂത്തും അൽഫാമായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ ശേഷം തിന്ന ശേഷം നമ്മൾ കുറച്ച് നേരം ഒന്ന് ബ്യൂട്ടി ആസ്വദിച്ചു. പിറ്റേന്ന് രാവിലെ ഇട്ടത് സംഭവം ഈ രാവിലത്തെ വ്യൂ ആണ് ഇവിടുത്തെ, ഈ റിസോർട്ടിലത്തെ വ്യൂ ആണ് ഇവിടുത്തെ. അത് കുറച്ച് നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നിന്ന് രാവിലെ എന്തായാലും പോരുന്നവരെ കുറച്ച് നേരം വീഡിയോ എടുത്ത് നിൽക്കാമെന്ന് വിചാരിച്ചു. അവിടുത്തെ സ്വിമ്മിംഗ് പൂളും എല്ലാ കാര്യങ്ങളും. ഇത് കൊടികുത്തിമല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴക്കോട് പഞ്ചായത്തിലാട്ടോ. അവിടെ ആരും അവർ ചെന്നാലും കുറേയൊക്കെ ബുക്കിംഗ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യും. ബാക്കി നാളെ